കാണണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഫ്ലാഷ് ബാക്ക്. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ നമ്മളെയാണല്ലോ മച്ചമ്പി. മൈൻഡ് യുവർ വേർഡ്സ്. ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. ഇപ്പൊ മന്ത്രിക്ക് മാത്രമല്ല തന്ത്രിക്കും വേണമെങ്കിൽ കാരാഗ്രഹവാസം ആവാമെന്നായിട്ടുണ്ടല്ലേ? അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത്രേ ഉള്ളൂ. എന്നാൽ സ്വർണം ഉണ്ടാക്കാനുള്ള ഒരു വഴി പറഞ്ഞാൽ എങ്ങനെയാ? എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. സ്വർണം ഉണ്ടാക്കാനുള്ള വഴിയോ? അതെന്താടോ? ഒന്നുമില്ല. ഇപ്പൊ ചില കട്ടളയും വാതിലൊക്കെ സ്വർണം പൊതിഞ്ഞത് പൊളിച്ചു കൊണ്ടുപോകും. കേക്കാണ്ട് തനിക്കും വേണമെങ്കിൽ അത് തരാക്കാട്ടോ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെയും ഹാസ്യത്തിന്റെ ഭാഗമാക്കി. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കുട്ടിക്കാലം തൊട്ട് അവന്റെ ശീലം എന്താ? മോഷണം. അന്യഭവനങ്ങളിലൊക്കെ പോയിട്ട് വെണ്ണയും പാലും കട്ടി ഭക്ഷിക്കുക, ഇതായിരുന്നു കുട്ടിക്കാലത്ത് അവന്റെ ശീലം. അന്ന് സാരല്ല, കുട്ടിയല്ലേ ഉണ്ണിയല്ലേ എന്ന് വിചാരിച്ച് അത് ആരും ഗൗനിച്ചില്ല. ഇത് അവൻ തരാക്കി. പിന്നെ അവൻ ആ മോഷണം, ആ സ്വഭാവം കൊണ്ട് മാറ്റുണ്ടായില്ലേ ആ കളവ്. അയ്യോ, എനിക്ക് പറയാനേ നാണക്കേടാ. അപ്പോ ഈ ഉണ്ണികൃഷ്ണനെ പോറ്റി വളർത്തിയൊരു ഉണ്ണികൃഷ്ണനെ തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. പോറ്റി വളർത്തി വഷളാക്കി എന്ന് വേണം പറയാൻ. വേദനിക്കണോട്ടോ, മനസ്സ് വേദനിക്കണു. എന്താ ഉറക്കം വരുന്നു. അവരെ വേണം ശകാരിക്കാൻ. തന്ത്രിയും പൊറ്റിയും വാസവുമെല്ലാം ചാക്യാരുടെ നർമ്മത്തിലൂടെ കടന്നുപോയി. വല്ലാത്ത ചതിയായി പോയി. താൻ കക്കണേന്റെ ഒരു പങ്ക് തന്റെ കൂട്ടുകാർക്കും തന്റെ സഖാക്കൾക്കും വിൽക്കും. ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. ഒരക്ഷരം പോലും തെറ്റിയില്ല. കുടിക്കണ്ട, ഇതിന് കാശ് വേണ്ട. വടി കൊടുത്ത് അടി വാങ്ങുന്നവർക്ക് ഒരു സോഡ ഫ്രീ ഉണ്ട്. അതായത്